ഗംഭീരമായി പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് രണ്ട് വിശിഷ്ട അതിഥികളെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വളരെയേറെ സീരിയലുകളിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഡൊമിനിക് സാറും പിന്നെ സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ അനുപമ മാമാണ് നമുക്കിവിടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കലോത്സവം ആഘോഷിക്കല്ലേ? ഭയങ്കര ആഘോഷമല്ലേ, കോഴിക്കോടിന്റെ ആഘോഷമായി മാറിയിരിക്കുകയാണല്ലോ. ഇപ്പം ഞങ്ങളൊരു 1.5 കിലോമീറ്റർ നടന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയത്. എല്ലായിടത്തും ബ്ലോക്കാണ്. എങ്ങനെയാ ആദ്യത്തെ കലോത്സവത്തിനാണോ പങ്കെടുക്കുന്നത്? ഇല്ല, ഞാനിതിനു മുന്നേ കലോത്സവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കോഴിക്കോട് ഇതുപോലെ ഒരു കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. എങ്ങനെയാ കോഴിക്കോടിലെ എല്ലാം വളരെ മികച്ച രീതിയിൽ പോകുന്നില്ല? എന്താ ഇന്നത്തെ പരിപാടി? എന്താ ഇവിടെ പരിപാടി? തിരുവാതിര കളി കാണണം. ഇനിയിപ്പോ നാളെയും കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നൂടെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിൽ പോലും ഞങ്ങളത് വേഗം ഒന്ന് പാക്കപ്പ് ആവണം എന്ന് വിചാരിച്ചിട്ട്, എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് പോകണം, കുറച്ച് പ്രോഗ്രാംസ് എങ്കിലും ഡയറക്റ്റ് കാണണം എന്നൊക്കെ അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഇത്രയും ക്രൗഡ് ഉണ്ടാവുന്നു ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്കറിയാം കാലിക്കറ്റ് വെച്ചുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിലും ഒന്ന് ഓടി എത്താൻ വേണ്ടി നോക്കും. സ്നേഹമുള്ളവരല്ലേ, സ്നേഹമുള്ളവരല്ലേ, അത്രയും സ്നേഹമുള്ളവരല്ലേ കോഴിക്കോടുകാര്. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നും ഇവിടെ ഇതിനു വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. ആ കലാകാരന്മാർക്ക് ആ കലാകാരന്മാരുടെ ആ പ്രയത്നവും അതൊക്കെ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ഇത് നിങ്ങളൊരു കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പാട്ട് കേൾക്കാതെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിടില്ല. ഒരു പാട്ട് എന്തായാലും ഞങ്ങൾ പാടിയിട്ട് എല്ലാവരും ഓടണോ? അത് കുഴപ്പമില്ല, ഓടിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നോളാം. പാടി എനിക്കറിയില്ല. പാട്ട് പാടാൻ വിചാരിച്ചു വന്നതല്ല. ആക്ച്വലി പ്രോഗ്രാം കാണണം. അത് കുഴപ്പമില്ല, പാടാം. പഴയ പാട്ടും എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. എന്താ കിടിച്ചോ? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, ഭാവം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഞാൻ പാടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് കുഴപ്പമൊന്നുമില്ല, ഒരു പാട്ടാവാം. വളരെ വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇനി കലോത്സവം വേദിയിലൂടെ ആയിരിക്കും അല്ലേ പോകുന്നത്? തീർച്ചയായിട്ടും എല്ലാ ചാനലിലും കയറി ക്ഷീണിച്ചിട്ടുണ്ടാവല്ലേ? അപ്പൊ നമുക്കൊരു ഹിന്ദി പദ്യം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം.